അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ ചതുരംഗപ്പലകയിൽ മാനവികതയും നീതിയും വെറും കരുക്കളായി മാറുമ്പോൾ ലോക സമാധാനത്തിൻ്റെ കാവൽ പുരകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഐക്യരാഷ്ട്ര സംഘടനയും നാറ്റോവും ഇന്ന് വെറും നോക്കുകുത്തികളായി മാറിയിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ചാരത്തിൽ നിന്നും ഇനിയൊരു യുദ്ധം വേണ്ട എന്ന നിലവിളിയോടെ ഉയർന്നു വന്ന ഈ ഒരു പ്രസ്ഥാനങ്ങൾ ഏതാണ്ട് 8 പതിറ്റാണ്ടിനുപ്പുറം സ്വന്തം പ്രസക്തി നഷ്ടപ്പെട്ട് അന്ത്യശ്വാസം വലിക്കുകയാണ്. ഇസ്രായേൽ അമേരിക്ക സഖ്യവും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയൊരു ലോകമഹായുദ്ധത്തിൻ്റെ കാഹളം മുഴക്കുമ്പോൾ വൻ ശക്തികളുടെ രാഷ്ട്രീയ കളികൾക്ക് ചൂട്ടുപിടിക്കുന്ന വെറും ദാസന്മാരായി ഈ ആഗോള സമിതികൾ അധപ്പതിച്ചിരിക്കുന്നു എന്നത് ഭീതിജനകമായ യാഥാർത്ഥ്യമാണ്. ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള നേതാക്കളെ അധികാരത്തിലേറ്റാൻ കരുനീക്കം നടത്തിയവർ ഇന്ന് ആഗോള രാഷ്ട്രീയത്തിൻ്റെ കടിഞ്ഞാൺ കയ്യിലെടുത്തിരിക്കുന്നു. അമേരിക്കയുടെ സൈനിക ശേഷിയെ തങ്ങളുടെ പരീക്ഷണശാലകളാക്കി മാറ്റുന്ന ഇസ്രായേൽ നയം പശ്ചിമേഷ്യയെ ഒരു കൂട്ടക്കുരുതിയിലേക്ക് തള്ളിവിടുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടന എവിടെയാണ് എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാവുന്നത്. ജനീവയിലെയും ന്യൂയോർക്കിലെയും ശീതീകരിച്ച മുറികളിലിരുന്ന് പ്രസ്താവനകൾ ഇറക്കുന്നതിനപ്പുറം ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോലും രക്ഷിച്ചെടുക്കുവാൻ കെൽപ്പില്ലാത്ത സംഘടനയായി UN മാറിയിരിക്കുകയാണ്. സുരക്ഷാ സമിതിയിലെ വീറ്റോ എന്ന മാരകായുധം ഉപയോഗിച്ച് വൻ ശക്തികൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ നീതി എന്നത് വെറും കടലാസ് പുഷ്പമായി മാറുകയാണ്. ഗാസയിലും ഉക്രൈനിലും ഇപ്പോൾ ഇറാൻ്റെ അതിർത്തികളിലും ചിതറുന്ന ചോരക്ക് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പിൻബലമില്ല. മറിച്ച് അവിടെ നടക്കുന്നത് നഗ്നമായ വംശഹത്യയും അധികാര പ്രകടനവുമാണ്. വംശഹത്യയെ യുദ്ധതന്ത്രമായി സ്വീകരിക്കുന്ന ഒരു രാജ്യത്തിനു മുന്നിൽ ലോകം വിറച്ചു നിൽക്കുമ്പോൾ പ്രതിരോധ സഖ്യമെന്ന് അവകാശപ്പെടുന്ന നാറ്റോയുടെ മൗനം അത്യന്തം അപകടകരമാണ്. നാറ്റോയുടെ ചരിത്രം പരിശോധിച്ചാൽ അത് പലപ്പോഴും പാശ്ചാത്യ അധിനിവേശത്തിൻ്റെ ആയുധമായിരുന്നു എന്നത് കാണാൻ സാധിക്കും. സമാധാനം ഉറപ്പിക്കാനുള്ള വ്യാജേന നടത്തുന്ന സൈനിക വിന്യാസങ്ങൾ അത് പലപ്പോഴും പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് അമേരിക്ക നൽകുന്ന പരോക്ഷ പിന്തുണ നാറ്റോയുടെ ധാർമ്മിക അടിത്തറയെ തന്നെ തകർത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. സ്വന്തം സഖ്യകക്ഷികൾ ചെയ്യുന്ന ക്രൂരതകൾക്ക് നേരെ കണ്ണടക്കുകയും ശത്രുപക്ഷത്തുള്ളവരുടെ ചെറിയ നീക്കങ്ങളെപ്പോലും ആഗോള ഭീഷണിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. വൻശക്തികളുടെ രാഷ്ട്രീയത്തിന് കീഴടങ്ങാത്ത ഒരു പുതിയ ആഗോള കൂട്ടായ്മ രൂപപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഡോളറിൻ്റെ അപ്രമാദിത്വവും പാശ്ചാത്യ സൈനിക സഖ്യങ്ങളുടെ ഹുങ്കും തകർക്കപ്പെട്ടാൽ മാത്രമേ ലോകത്ത് യഥാർത്ഥ സമാധാനം പുലരുകയുള്ളൂ. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ: നീതിയില്ലാത്ത സമാധാനം ശ്മശാനത്തിന് തുല്യമാണ്. ഐക്യരാഷ്ട്ര സംഘടനയും നാറ്റോവും ഇന്ന് ആ ശ്മശാനത്തിൻ്റെ കാവൽക്കാരായി മാറിയിരിക്കുന്നു. ഘടനാപരമായ മാറ്റങ്ങളിലൂടെ ഈ സംഘടനകളെ ഉടച്ചു വാർക്കുവാൻ ലോകരാജ്യങ്ങൾ തയ്യാറായില്ലെങ്കിൽ വരാനിരിക്കുന്ന ലോക മഹായുദ്ധത്തിൻ്റെ ആദ്യ ഇരകൾ ഈ സംഘടനകൾ തന്നെയായിരിക്കും. വൻശക്തികളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് നിയമങ്ങൾ മാറ്റിയെഴുതുന്ന ഈ കാലഘട്ടത്തിൽ സാധാരണക്കാരൻ്റെ ഏക പ്രതീക്ഷ രാജ്യങ്ങൾക്കിടയിലുള്ള തുല്യനീതിയാണ്. ആ ഒരു തുല്യനീതി ഉറപ്പാക്കുവാൻ കഴിയാത്ത ഒരു സംഘടനക്കും ലോകത്തിൻ്റെ നെറുകയിൽ പോലും ഇരിക്കുവാൻ അവകാശമില്ല. ലോക സമാധാനത്തിൻ്റെ ഈ കപട രക്ഷകരെ ചരിത്രം വിചാരണ ചെയ്യുന്ന കാലം വിദൂരമല്ല.